യു.എസിൽ ആഭ്യന്തര വിമാനയാത്രയ്ക്ക് മെയ് 7 മുതൽ റിയൽ ID നിർബന്ധമാക്കിയിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ വിമാനയാത്രക്കാർക്കും റിയൽ ID ഉണ്ടായിരിക്കണം. വിമാനയാത്രയ്ക്കായി എത്തുമ്പോൾ വിമാനത്താവളങ്ങളിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകളിൽ റിയൽ ID പരിശോധനയ്ക്ക് വിധേയമാക്കിയാകും കടത്തിവിടുക. ഇത് ഇല്ലാത്തവരുടെ യാത്രകൾക്ക് തടസ്സം നേരിടാമെന്നാണ് അധികൃതരുടെ അറിയിപ്പ്. ഈ സാഹചര്യത്തിൽ മെയ് 7 മുമ്പ് റിയൽ ID സ്വന്തമാക്കാനുള്ള തത്രപ്പാടിലാണ് യു.എസിലെ താമസക്കാർ. എന്നാൽ റിയൽ ID കൂടാതെ വിമാനത്താവളങ്ങളിൽ മറ്റ് ഏതെങ്കിലും വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾ സ്വീകരിക്കുമോ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് റിയൽ ID എന്ന് ആദ്യം പരിശോധിക്കാം. US ഫെഡറൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള വർദ്ധിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണ് റിയൽ ID. സംസ്ഥാനം നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ വിശ്വാസ്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിനായി 2005 റിയൽ ID ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിച്ചത്. സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും തിരിച്ചറിയൽ തട്ടിപ്പ് കുറയ്ക്കുന്നതിനും, പ്രത്യേകിച്ച് ഫെഡറൽ നിയന്ത്രിത വാണിജ്യ വിമാനങ്ങളിൽ കയറുന്നതിനും ഫെഡറൽ കെട്ടിടങ്ങളിൽ പ്രവേശിക്കുന്നതിനും ആണവ സൗകര്യങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും റിയൽ ID ഉണ്ടാകണം. ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിന് മുകളിൽ ഒരു നക്ഷത്രമുണ്ടായിരിക്കും. ഇതോട് കൂടിയതാണ് റിയൽ ID. 2025 മെയ് 7 മുതൽ US താമസക്കാർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ കയറുന്നതിനും ചില ഫെഡറൽ സൗകര്യങ്ങളിൽ പ്രവേശിക്കുന്നതിനും റിയൽ ID ആവശ്യമാണ്. അതേസമയം റിയൽ ID നിർബന്ധമാക്കിയാലും ഇത് കൂടാതെ വിമാനത്താവളങ്ങളിൽ മറ്റ് ചില വ്യക്തിഗത തിരിച്ചറിയൽ രേഖകളും സ്വീകരിക്കും. സ്റ്റേറ്റുകൾ നൽകുന്ന എൻഹാൻസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസുകളായ എൻഹാൻസ്ഡ് ID ചില അമേരിക്കക്കാർക്ക് ഇതിനകം തന്നെ ഉണ്ടായിരിക്കാം. US അതിർത്തി കടക്കുമ്പോൾ തിരിച്ചറിയൽ രേഖയായും US പൗരത്വത്തിൻ്റെയും തെളിവായും ആണ് എൻഹാൻസ്ഡ് ID ഉപയോഗിച്ചു വരുന്നത്. കാനഡ, മെക്സിക്കോ അല്ലെങ്കിൽ കരീബിയൻ എന്നിവിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് സൗകര്യപ്രദമായ മാർഗമായി മിഷിഗൻ, മിനിസോട്ട, നെവാഡ, വെർമോണ്ട്, വാഷിംഗ്ടൺ എന്നീ സ്റ്റേറ്റുകളാണ് എൻഹാൻസ്ഡ് ID നൽകി വരുന്നത്. എല്ലാ എൻഹാൻസ്ഡ് IDകൾക്കും നക്ഷത്ര ചിഹ്നം ഇല്ലെങ്കിലും ഇവയെ തിരിച്ചറിയൽ രേഖയായി കണക്കാക്കുന്നുണ്ട്. അതിനാൽ വിമാനത്താവളങ്ങളിൽ ഒരു റിയൽ IDക്ക് പകരമായി എൻഹാൻസ്ഡ് ID ഉപയോഗിക്കാം. US പതാകയുടെ ചിത്രവും മുകളിൽ എൻഹാൻസ്ഡ് എന്ന വാക്കും എൻഹാൻസ്ഡ് IDയിൽ കാണാം. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം എൻഹാൻസ്ഡ് IDക്ക് പുറമെ മറ്റ് ഏതൊക്കെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാമെന്ന് നോക്കാം. US പാസ്പോർട്ട്, US പാസ്പോർട്ട് കാർഡ്, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാംസ് അംഗങ്ങൾക്ക് അനുവദിക്കുന്ന DHS ട്രസ്റ്റഡ് ട്രാവലർ കാർഡ്സ്, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ID പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡ്, ബോർഡർ ക്രോസിംഗ് കാർഡ്, HSPD 12 PIV കാർഡ്, വിദേശ സർക്കാരുകളുടെ പാസ്പോർട്ട് എന്നിവയും ഉപയോഗിക്കാം. ഇനി റിയൽ ID നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് കൂടി പറയാം. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണങ്ങൾക്ക് ശേഷം വിമാനത്താവളങ്ങളിൽ ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ സംബന്ധിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി 2005 US കോൺഗ്രസ് റിയൽ ID നിയമം പാസ്സാക്കിയത്. 2008 ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പല തവണ വൈകി.